സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് വില വർധനവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വിപണി വിലയേക്കാൾ 35% കുറച്ച് വിൽക്കാനാണ് തീരുമാനിച്ചത്. സപ്ലൈകോയുടെ പ്രവർത്തനം താഴിട്ട് പൂട്ടാതിരിക്കാനാണ് നടപടിയെന്നും ഭാരത് അരിയേക്കാൾ വിലക്കുറവിൽ സപ്ലൈകോ വഴി അരി ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2016 സപ്ലൈകോ വഴി സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ്. അതിനാലാണ് ഈ സാഹചര്യത്തിൽ 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ വിശദീകരണം. സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാളുണ്ടായത്. ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല, ചെറിയ മാറ്റം വരിക അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും. നിങ്ങളെല്ലാം അറിയേണ്ടുന്നത്, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉൽപ്പന്നവും ലഭിക്കാത്തതാണോ നല്ലത്? സ്ഥാപനം മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലപാടാണോ ശരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാർക്കറ്റ് വിലയുടെ 35% വില കുറച്ച് 13 ഇനങ്ങൾ നൽകുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. വിപണി വില 3 മാസത്തിനുള്ളിൽ പരിശോധിക്കാനാണ് വകുപ്പിന്റെ നീക്കം. ഒപ്പം വിപണി വിലയിൽ കുറവ് വരുന്നെങ്കിൽ ഉറപ്പായും കുറയ്ക്കുമെന്നും GR അനിൽ പറഞ്ഞു. ഇല്ല, അത് 3 മാസത്തിലൊരിക്കൽ പരിശോധിക്കും. കുറയുന്നതനുസരിച്ച് കുറയ്ക്കും, 30% കുറയ്ക്കും. കൂടുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും. കേന്ദ്രം കൊണ്ടുവന്ന ഭാരത് അരിയേക്കാൾ വിലക്കുറവിൽ സപ്ലൈകോ വഴി അരി ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ ധനവകുപ്പ് അധിക തുക അനുവദിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.